السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കിതാബുൽ ഇൽമ്, അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം. 2-3 ക്ലാസ്സുകളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളും അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടികളും അത് നമ്മൾ മനസ്സിലാക്കി അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇനി അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പേജ് നമ്പർ 56, ആദാബു തോലിബിൽ ഇൽമി. ഒരു തോലിബുൽ ഇൽമിന് ഉണ്ടായിരിക്കേണ്ട ആദാബുകളെ സംബന്ധിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. വളരെ ഗഹനമായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. നോക്കിക്കോ, ആദാബു തോലിബിൽ ഇൽമി. അദബ് അതിന്റെ ജംആണ് ആദാബ്. തോലിബുൽ ഇൽമ് മതവിദ്യാർത്ഥി, ഇൽമു തേടുന്ന വിദ്യാർത്ഥി. ഒരു തോലിബുൽ ഇൽമിന് ഉണ്ടായിരിക്കേണ്ട ആദാബുകൾ, അദബുകൾ. തോലിബുൽ ഇൽമി ലാ ബുദ്ദ ലഹു മിന തഅദ്ദുബി ബി ആദാബിൻ. ഒരു വിദ്യാർത്ഥി ചില അദബുകൾ പാലിക്കുക എന്നത് നിർബന്ധമാണ്. നദ്കുറു മിൻഹ, ആദാബുകളിൽപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ ലാ ബുദ്ധ എന്നുള്ള മേലെ അനിവാര്യമാണെന്നാണ്, നിർബന്ധമാണ്. കാരണം ഇസ്ലാമിലെ ഓരോ കാര്യങ്ങൾക്കും തന്നെ ചില അദബുകളുണ്ട്, സുന്നത്തുകളുണ്ട്, ഫറദുകളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തോലിബുൽ ഇൽമ്, അയാൾക്ക് ചില മര്യാദകൾ ഉണ്ടായിരിക്കണം. അവിടെ ലാ ബുദ്ധ നിർബന്ധമാണ്, അനിവാര്യമാണ് എന്നുള്ളതാണ്. അൽ അംറുൽ അവ്വലു, ഒന്നാമത്തെ അദബ് ഇഖ്ലാസു നിയ്യതി ലില്ലാഹി അസ്സ വജല്ല. അതാണ് ഒന്നാമത്തത് ഇഖ്ലാസാണ്. ഒരു തോലിബുൽ ഇൽമിന് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ അദബ് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. എന്താ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. ഇഖ്ലാസു നിയ്യത്ത് ഇഖ്ലാസ് ഉള്ളതാക്കണം. അത് ലില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ മാത്രം വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഇൽമു തേടേണ്ടത്. ഇതാണ് ഒന്നാമത്തെ അദബ്. ഇത് പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ പാഠമാണ്. ഇനി അതിന്റെ വിശദീകരണം നോക്കുക. അവന്റെ ഖസ്ദായിരിക്കണം, തൊലബുൽ ഇൽമു കൊണ്ട് അവന്റെ ഖസ്ദായിരിക്കണം വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, ഒന്ന് പരലോകം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വജ്ഹുമായിരിക്കണം അവന്റെ ഖസ്ദ്, അവന്റെ ലക്ഷ്യം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമു തേടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്, അതിന് ആഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹസാമ പ്രേരിപ്പിക്കുന്നതാണ്. എന്താണ് അതിന്റെ തെളിവ്? ഫഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ദംബിക. അതാണ് ഈ ആയത്താണ് അതിന്റെ തെളിവ്. ഇവിടെ ഇൽമു തേടാൻ അല്ലാഹു പ്രേരിപ്പിച്ചു, തർഗീബ് ഉണ്ടാക്കി, ആഗ്രഹം ജനിപ്പിക്കാൻ. തർഗീബ് തർഹീബ് അല്ലേ, തർഗീബ് തർഹീബ് കേട്ടിട്ടുണ്ടോ? തർഗീബ് ആഗ്രഹം ഉണ്ടാക്കുക, പൂതി ഉണ്ടാക്കുക. അവിടെ ഫഅലം എന്നുള്ളതാണ് തെളിവ്. നീ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നീ അറിയണം, മനസ്സിലാക്കണം, പഠിക്കണം. ഉണ്ടോ? അതാണ് അതിന്റെ തെളിവ്. അവ ഇൽമു തേടാൻ അല്ലാഹു പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ ലക്ഷ്യം എന്തായിരിക്കണം? അള്ളാഹുവിന്റെ വജ്ഹായിരിക്കണം, സ്വർഗം കിട്ടണം എന്നുള്ളതായിരിക്കണം. ഖുർആനിലെ മഅറൂഫാണ് എന്ത്? ഉലമാക്കളെ സനാ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നേരത്തെ അതിന്റെ ആയത്തുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അള്ളാഹു സനാ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും മഅറൂഫായ അറിയപ്പെട്ടൊരു കാര്യമാണ്. അള്ളാഹു ഉലമാക്കളെ സനാ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ടുള്ള ഒരു കാര്യം. അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യം സനാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔ അമറ ബിഹി, അല്ലെങ്കിൽ അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യം
അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വത ഇബാദ അതെന്തായി തീരും? അത് ഇബാദത്തായി തീരും. മനസ്സിലായല്ലോ? അള്ളാഹു ഒരു കാര്യത്തെ കുറിച്ച് സനാ ചെയ്യുക, അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുക, അപ്പൊ അതെന്താണ്? ഇബാദത്താണ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അവിടെ ഫഅലം എന്നുള്ളത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിന്റെ കൽപ്പന ഉണ്ട്. അപ്പൊ തൊലബുൽ ഇൽമ് എന്നുള്ളത് എന്താണ്? ഇബാദത്താണ്. അപ്പൊ അതിന് ആദ്യം വേണ്ടത് എന്താണ്? ഇഖ്ലാസ് ആണ്. തൊലബുൽ ഇൽമിന്റെ അസ്ദ്, ലക്ഷ്യം ഇഖ്ലാസ്, അത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കും. അപ്പൊ ഇഖ്ലാസ് എന്നുള്ള നിയ്യത്ത് നന്നാക്കും. ഇതൻ അതുകൊണ്ട് ഫയജിബു അൽ ഇഖ്ലാസു ഫീഹി ലില്ലാഹി ബി അൻ യൻവിയ ലിസാനു ഫീ തൊലബിൽ ഇൽമി വജ്ഹ അല്ലാഹി അസ്സ വജൽ. അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഇൽമ് തേടുക എന്നുള്ളതായിരിക്കണം. അത് നിർബന്ധമാണ്. അതാണ് ഇഖ്ലാസ്. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഇൽമു തേടേണ്ടത്. വൈദാൻ അവൽ ഇൻസാൻ ബി തൊലബിൽ ഇൽമി ശർഈ, ശർഈ ആയിട്ടുള്ള ഇൽമു നേടുന്നത് കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് അൻ യനാല ഷഹാദത്തൻ, ഒരു ഷഹാദത്ത് നേടലാണെങ്കിൽ, ഒരു സർട്ടിഫിക്കറ്റ് നേടലാണെങ്കിൽ, ഒരു ബിരുദം നേടലാണ് എങ്കിൽ, കാരണം ദുനിയാവിൽ എന്തെങ്കിലും ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു പദവി, ആ പദവി നേടാൻ എന്ത് വേണം? നേരത്തെ അത് വിശദീകരിച്ചിട്ടുണ്ട് നമ്മള്. അതിന് ഷഹാദത്ത് വേണം, ബിരുദം വേണം, സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഒരാളെ ഇൽമു തേടുന്നതെങ്കിൽ, ശറഈ ആയിട്ട് ഇൽമു തേടുന്നതെങ്കിലോ, ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ സംബന്ധിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗ. ഇവിടെ എന്താ ഇൽമ്? അപ്പോ ഇൽമ് എന്നുള്ളത് അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കേണ്ടതാണ് ഇൽമു എന്നുള്ളത്. ആ ഇൽമ് ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളൻ മിന ദുനിയ, ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു അറളിന് വേണ്ടിയിട്ടാണ് ഒരാൾ ആ ഇൽമു പഠിക്കുന്നതെങ്കിൽ, അപ്പൊ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാളെ ഇൽമു തേടേണ്ടത്. അതാണ് അതിന്റെ ലക്ഷ്യം. എന്നാൽ അതിന് പകരം ഷഹാദത്ത് നടണം, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാള് ശറഈ ആയിട്ടുള്ള ഇൽമു പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ പരിധിയിൽ അത് പെടും. എന്ത്? ലാ യതഅല്ലമുഹു, അവനത് പഠിക്കുന്നില്ല, ഇല്ലാ ലിയുസീബ ബിഹി അറളൻ മിന ദുനിയ. ആണോ? അവിടെ ദുനിയാവിന്റെ അറള്. അപ്പൊ ദുനിയാവിന്റെ ഒരു താല്പര്യം, ദുനിയാവിന്റെ ലക്ഷ്യം അവന്റെ മുന്നിലുണ്ട്. ഒരു നല്ലൊരു ടീച്ചറാകുക, ഒരു അധ്യാപകനാകുക, ഒരു കോളേജ് പ്രൊഫസറാകുക, അല്ലെങ്കിൽ പിന്നെ ഒരു ഗവൺമെന്റ് ജോലി കരസ്ഥമാക്കുക. അപ്പൊ അത് മാത്രമാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ, ഇൽമു പഠിക്കുന്നത് കൊണ്ടുള്ള അവന്റെ ഉദ്ദേശം, അവന്റെ ഖസ്ദ്, ലക്ഷ്യം അതാണെങ്കിൽ ലം യജിദ് അർഫൽ ജന്ന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ സ്വർഗത്തിന്റെ അറഫ് പോലും, അറഫ് നാമ രീഹനാണ്, അതിന്റെ വാസന പോലും അവന് കിട്ടുകയില്ല എന്നുള്ളതാണ്. യഅനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അറഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രീഹ. പിന്നെ സിനിമയിൽ അതിന്റെ ഷറഹ് കൊടുത്തിട്ടുണ്ട്, രീഹ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടുകയില്ല, അതായത് സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നർത്ഥം. വഹാദ വഈദുൻ ശദീദുൻ, ഇത് ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ്. വഹാദ വഈദുൻ ശദീദുൻ. അപ്പൊ ഈ ഹദീസിന്റെ അങ്ങനെയുള്ള തെളിവ് എന്താണ്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇൽമ് തേടേണ്ടത്, ദീന് പഠിക്കേണ്ടത്, ശറഅ് പഠിക്കേണ്ടത്. പഠിക്കണമെങ്കിലോ ഇതിൽ പോകില്ല എന്നുള്ളത്. ഒരു ഷഹാദത്താണ് ലക്ഷ്യം. ഞാൻ അറബി കോളേജിൽ പഠിച്ചിരുന്ന പല ആൾക്കാർ ചിന്തിക്കണം എന്താണ്, LP UP വേഗം കയറാം. അപ്പൊ അതിനു വേണ്ടി മാത്രം ഇതിന് വരുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അറബി കോളേജിൽ പ്രൊഫസറായിട്ട് കയറാം എന്നൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ വേറൊന്നും അവന് ഉദ്ദേശമില്ല. അടുത്ത് പറഞ്ഞ ഹദീസുകൾ, ആയത്തുകൾ, ഇത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. ഇതൊന്നും അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഒരാള് ഇത് പഠിക്കുന്നതെങ്കിൽ സ്വർഗത്തിന്റെ വാസന പോലും അയാൾക്ക് കിട്ടുകയില്ല, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോ ഒരു ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ആദ്യം ഇഖ്ലാസ്. ഈ ഇഖ്ലാസ് എന്നുള്ളത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അതൊരു ചില്ലറ കാര്യമല്ല ഇഖ്ലാസ് എന്നുള്ളത്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല്, അൽ ഇഖ്ലാസു ലാ തദുല്ലു അന്നഹു സഹ്ലു, ഇഖ്ലാസ് എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമാണെന്നുള്ളത് ഒരിക്കലും നീ വിചാരിക്കരുത്. അത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇഖ്ലാസ് നന്നാക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമാണെന്നുള്ളത് നീ വിചാരിക്കരുത്. ബൽ ഇന്നൽ ഇഖ്ലാസ മിൻ അശഖിൽ അശ്യാഇ അൽ നഫ്സ്, ഒരു മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഇഖ്ലാസ്, നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത്. അപ്പൊ അതൊരു സഹലാണ്, ഒരു എളുപ്പമുള്ള കാര്യമാണ് എന്റെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത് ഒരിക്കലും നീ വിചാരിക്കരുത് എന്നുള്ളത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല സ്ഥലത്തും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സലഫുകളുടെ ജീവിതം വായിച്ചൊക്കെ കാണാൻ പറ്റും. അവരുടെ ഇബാദത്തിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് പരമാവധി ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരുന്നത് നിയ്യത്ത് നന്നാക്കാനായത്, ഇഖ്ലാസിന്റെ വിഷയത്തിലായത്. കാരണം അതിന് മനസ്സ് പടച്ചു. അപ്പൊ നമ്മൾ ഏത് കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൊലബുൽ ഇൽമിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിൽ സ്വതക്ക കൊടുക്കുമ്പോൾ, സത്താത്ത് കൊടുക്കുമ്പോൾ, നമ്മൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, പല കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നുള്ളതാണ്. ഒരു വ്യക്തി എന്നുള്ളതാണ്, ഒരാൾ എന്നുള്ളതാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അത് എളുപ്പമുള്ള കാര്യമാണെന്നുള്ളത് നീ വിചാരിക്കുക. അപ്പൊ ഈ തൊലബുൽ ഇൽമിന്റെ ഖസ്ദ്, ലക്ഷ്യം ധരിക്കണം അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കും. എല്ലാരും വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പോവുക,
അതിന് ഞാൻ ദീന് പഠിക്കുന്ന ആളാണെന്നുള്ള ആൾക്കാർക്കിടയിൽ തന്നെ ഞാനൊരു ദീനിയാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് പോവുക. എന്റെ ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് പോവുക. അല്ലെങ്കിൽ വെള്ളിയാഴ്ച വേറെ പണിയൊന്നുമില്ല, അപ്പൊ പിന്നെ ഏതായാലും അവിടെ പോയി കുറച്ചു നേരം പോയിട്ട് കുത്തിരിക്കുക. അപ്പൊ ഇങ്ങനെ ഇപ്പൊ പല വിചാരങ്ങളുണ്ടാവും. പിന്നെ നമ്മളാൾക്കാർ നടത്തുന്ന ഒരു ദിവസമാണ്, അതുകൊണ്ടാണ് ഒന്ന് പോയി കുത്തിരിക്കുക, ഒന്ന് പോയി കാണിച്ചിട്ട് പോകുക. ഞാൻ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ചോദിക്കുന്നത് മോശമാണ്. കാരണം ഈ നെയ്യത്ത് ശരിയാക്കുക എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ച് ഈ സ്വതപ്പി തെറ്റാത്തൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് നെയ്യത്ത് ചെയ്യുന്നത്. അത് എങ്ങനെങ്കിലും അവിടെ ഈ പീസ് കയറി വന്നിട്ടാണ് ബഹുമാനിക്കണം, ഒന്ന് ആദരിക്കണം, എനിക്ക് സക്കാത്ത് തരുന്ന ആളാണ്, എനിക്ക് സ്വതക്ക തരുന്ന ആളാണ്, അങ്ങനെ പല ചിന്തകളും. അതുകൊണ്ടാണ് പിന്നെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ആത്മാർത്ഥത എന്നൊക്കെ പറയാ, പിന്നെ നിഷ്കളങ്കത എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അതിന്റെ പിന്നെ നിർവചന ഉലമാക്കൾ പറഞ്ഞിട്ടില്ല. അതിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിർവചനാണ് ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഒരു നിർവചനം. ചെറിയൊരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത്, അതിലെല്ലാം ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ പിന്നെ നിഷ്കളങ്കത എന്നൊക്കെ പറയുന്നതിനേക്കാൾ ആ അറബൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഹറവി റഹ്മത്തുള്ളാഹി ഇഖ്ലാസ് എന്താന്നുള്ളത് പറഞ്ഞത് തസ്ഫിയത്തുൽ അമലി മിൻ കുല്ലി ശൗബിൻ എന്നുള്ളതാണ്. എല്ലാ കലർപ്പുകളിൽ നിന്നും അമലിനെ സ്ഫുടം ചെയ്തെടുക്കുക, അമലിനെ ശുദ്ധീകരിക്കുക. നമ്മൾ ചെയ്യുന്ന അമലിനെ എല്ലാവിധ ശൗബുകളിൽ നിന്നും കലർപ്പുകളിൽ നിന്നും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇഖ്ലാസിന് പറഞ്ഞ ഇതായിരിക്കും. അറബി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാവിധ ശൗബുകളിൽ നിന്നും കലർപ്പുകളിൽ നിന്നും അവന്റെ അമലിനെ ശുദ്ധീകരിച്ചെടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ്. നമ്മൾ മലയാളത്തിൽ അത് ആത്മാർത്ഥ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇത് കിട്ടും. ആ ശൗബ് എന്തോ ആകാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തോ ആകാം. ഒരു വിഷയത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല, മനസ്സിലായല്ലോ. അപ്പോ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇഖ്ലാസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാചകം വളരെ മനോഹരമാണ്. അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല് അൽ അമലു ബി ഗൈരി ഇഖ്ലാസിൻ വല ഇഖ്തിദാഇൻ, ഇഖ്ലാസും ഇഖ്തിദാവും ഇല്ലാതെ, ഇഖ്ലാസും ഇഖ്തിദാവും ഇല്ലാതെ ഒരാൾ ചെയ്യുന്ന അമലിന്റെ അവസ്ഥക്കൽ മുസാഫിരി, ഒരു യാത്രക്കാരനെ പോലെയാണ്. യംലൗ ജിറാബഹു റംല, ആ യാത്രക്കാരൻ അയാളുടെ സഞ്ചിയിൽ മണൽ കിടക്കുന്നു. യുസ്കിലുഹു വലാ യൻഫഅഹു, അയാളുടെ സഞ്ചിയിലുള്ളത് മണലാണ്. ആ മണലിന്റെ ഭാരം അയാൾക്ക് പ്രയാസം ഉണ്ടാക്കും, ആ മണൽ കൊണ്ട് അയാൾക്കൊരു ഉപകാരവും ഇല്ലേനും. ഇങ്ങനെ സഞ്ചിയിൽ മണൽ നിറച്ചിട്ട് യാത്ര ചെയ്യുന്ന, അത് കയറ്റിക്കൊണ്ട് താങ്ങിക്കൊണ്ട് യാത്ര പോകുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഇഖ്ലാസ് ഇല്ലാത്തവന്റെ പ്രവർത്തനങ്ങൾ. അവന്റെ സഞ്ചിയിലുള്ളത് മണല, ആ മണലെ പറ്റിയിട്ട് പ്രയാസപ്പെടുക എന്നുള്ളതല്ലാതെ ആ മണല കൊണ്ട് അവൻ എന്ത് കാര്യമുള്ളത്? ഈ ഒരു യാത്രക്കാരനെ പോലെയാണ് ഇഖ്ലാസ് ഇല്ലാത്തവരുടെ പ്രവർത്തനം. കുറെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിന് ശൗബ് ഉണ്ടാവും. യാത്രക്കാരന്റെ സഞ്ചിയിലുള്ള മണല് പോലെ ഒരു ഉപകാരമല്ല. ഇതാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുഖ്ലിസ് ആരാമെന്നുള്ളത് വിശദീകരിച്ചപ്പോൾ സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു മുഖ്ലിസ് റബ്ബിഹി, തന്റെ റബ്ബിനോട് മുഖ്ലിസായ ഒരാള് കൽ മാശി അല റംലി, മണലിലൂടെ നടക്കുന്ന ഒരാളെ പോലെയാണ് മുഖ്ലിസ്. മണലിലൂടെ നടക്കുന്ന ഒരാളെ പോലെ. ലാ തസ്മഉ ഖുതുവാതുഹു, അവൻ നടക്കുന്ന ശബ്ദം നീ കേൾക്കൂല. വലാകിൻ തറ ആഹാറഹു, പക്ഷെ അവൻ നടന്നതിന്റെ അടയാളങ്ങൾ നിനക്ക് കാണാൻ പറ്റും. അവൻ നടക്കുന്ന ശബ്ദം കേട്ടോളണമെന്നില്ല, അതിന്റെ ആധാറുകൾ ഉണ്ടാവും. അവൻ നടന്നു പോയി എന്നുള്ളതിന്റെ ആധാറുകൾ ഉണ്ടാവും. അവന്റെ അമലുകൾ ഉണ്ടാവും. അവൻ ശുഹ്റത്തോ അല്ലെങ്കിൽ ദിക്റോ അല്ലെങ്കിൽ റിയാഓ ഒന്നും ഉണ്ടാവില്ല. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അസറാണ്, സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ഒരു അസറാണ്. അവനാലും ഖുലിസ് ഉണ്ടോ, ശബ്ദം ഉണ്ടാവില്ല, ആ നടത്തപ്പിന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല, പക്ഷെ അവൻ നടന്നു പോയി എന്നുള്ളതിന്റെ ആധാറുകൾ അടയാളങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇതിനെപ്പറ്റി എങ്ങനെ പറഞ്ഞാല് കുറെ അങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ഇഖ്ലാസ്. മലയാളത്തിലെ ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നമുക്ക് കിട്ടൂല. അപ്പൊ ഇത് അറബിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അത് ഇബ്നു ഖയ്യിം പറഞ്ഞത് മനസ്സിലായല്ലോ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഈ ഇഖ്ലാസ് ഉണ്ടായിരിക്കും എല്ലാ അമലുകളും, എല്ലാ പ്രവർത്തനങ്ങളും, മനസ്സിലാണ്ടല്ലോ. അപ്പൊ അതാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതല്ലാത്ത നിയ്യത്താണ്, വിചാരമാണ് ഒരാളടുത്തുള്ളതെങ്കിൽ സ്വർഗത്തിന്റെ വാസന പോലും അളകിപ്പെട്ടില്ല. എന്നിട്ട് നോക്കാം. അപ്പൊ അതിന്റെ തഹ്രീജാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, സുനനുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ലാകിൻ ലൗ ഖാല ത്വാലിബുൽ ഇൽമി, ഇനി ഒരു ത്വാലിബുൽ ഇൽമി, ഒരു മതവിദ്യാർത്ഥി പറയാണ്, അന ഉരീദു അനാല ഷഹാദ, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം എന്നതാണ്. ലാങ്ങിൻ അജ്ലി ഹദ്ദി ദുനിയ, അതെന്താണ്? ആ ഷഹാദത്ത് എനിക്ക് ദുനിയാവിന്റെ എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയിട്ടല്ല, അതല്ല ലക്ഷ്യം. വലാകിൻ ലിഅന്നൽ ലുളുമ അസ്ബഹ മിഖ്യാസുൽ ആലമി ഫിഹാ ഷഹാദത്തു, കാരണം ഇന്നത്തെ ലോകത്തിന്റെ വ്യവസ്ഥ മാനദണ്ഡം എന്തായി തീർന്നിട്ടുണ്ട്? ഷഹാദത്തായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞല്ലോ. ആ ഷഹാദത്തായി തീർന്നിട്ടുണ്ട് അതിന്റെ മാനദണ്ഡം, അത് ലോകത്തിന് അങ്ങനെ ആയി തീർന്നിട്ടുണ്ട്.
അതുകൊണ്ട് ഫനഖൂലു, അങ്ങനെ ഒരാൾ ചോദിച്ചാലോ അവന്റെ ഉദ്ദേശം നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ കാനത്ത് നിയ്യത്തുൽ ഇൻസാൻ നീല ഷഹാദത്ത് മിൻ അജ്ലി നഫീൽ ഖൽഖി എന്ന് വിശദീകരിക്കുന്നതിന് നേരത്തെ പറഞ്ഞ തന്നെ ആ ഷഹാദത്ത് നേടുന്നത് കൊണ്ടുള്ള ഒരാളുടെ ഉദ്ദേശം, ലക്ഷ്യം അവന്റെ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യാനാണ്. തഅലീമൻ, അവരെ പഠിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റും. ഇതാള അല്ലെങ്കിൽ അവന്റെ അടുത്ത് അധികാരം കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവന് ഇദാറത്ത് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് വനഹവഹ ഇതേപോലുള്ളതൊക്കെയാണ് അവന്റെ മനസ്സിലുള്ള നിയ്യത്തെങ്കിൽ കാരണം ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും, അല്ലെ? അല്ലെങ്കിൽ അങ്ങനെയുള്ള അധികാരം നേടിയെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്കൊക്കെ ഉപകാരം ചെയ്തെടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള നിയ്യത്താണ് ആവശ്യമുള്ളതെങ്കിൽ ഫഹാദിഹി നിയ്യത്തുൻ സലീമ ലാ തദുറുഹു ഷൈഅ, നിയ്യത്താണ്. ആ നിയ്യത്ത്, ആ ഒരു ഉദ്ദേശം അവൻ എന്താക്കുന്നില്ല, അവന്റെ നിയ്യത്തിനെ കേടുവരുത്തുന്നില്ല. ലിഅന്നഹാ നിയ്യത്തു ഹക്കിൻ, കാരണം അത് സത്യമായിട്ടുള്ള ഒരു നിയ്യത്താണ്. അപ്പൊ അതിന് പ്രശ്നം നമ്മൾ നേരത്തെ അത് പറഞ്ഞതുപോലെ തന്നെ. വൈനമാ ദക്കർനാ ഇഖ്ലാസ ഫി അവ്വലി ആദാബി ത്വാലിബിൽ ഇൽമി, ഈ ത്വാലിബുൽ ഇൽമിനുണ്ടായിരിക്കുന്ന മര്യാദകൾ പറയുന്നിടത്ത് ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയാനുള്ള കാരണം ലിഅന്നൽ ഇഖ്ലാസ അസ്വാസുൻ, കാരണം ഇഖ്ലാസാണ് എന്ത്? അസ്വാസ്, അടിത്തറ. അതെന്താണ്? ഇഖ്ലാസാണ്. ഫഅലാ ത്വാലിബുൽ ഇൽമി അൻ നബിയ ബി ത്വാലിബിൽ ഇൽമി ഇംതിസാല അംരില്ലാഹി അസ്സ വജല്ല. അതുകൊണ്ട് തന്നെ ഇൽമു തേടുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം ഉദ്ദേശിക്കേണ്ടത് എന്താണ്? അവൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ, പ്രാവർത്തികമാക്കാൻ എന്നുള്ളതാണ്. കാരണം ലിഅന്നല്ലാഹു അസ്സ വജല്ല അമറ ബിൽ ഇൽമി, നേരത്തെ പറഞ്ഞല്ലോ, ആയത്ത് നേരത്തെ ഉദ്ധരിച്ചു. കാരണം ഇൽമു തേടാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാല തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക. അവിടെ ഫഅലം എന്നുള്ളത് കൽപ്പനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്നുള്ളത് നീ അറിയണം, നീ പഠിക്കണം, അതിനെ സംബന്ധിച്ചുള്ള ഇൽമു നിനക്ക് ഉണ്ടാകണം. അവ ഇൽമു തേടുന്ന ആദ്യം ഇങ്ങനെ ദർശിന് വരുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദർസുകൾക്ക് പോകുന്ന, അല്ലെങ്കിൽ ഷെയ്ഖുമാരുടെ ദർസുകൾ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ മനസ്സിലുണ്ടാകേണ്ട ഇത് അള്ളാഹ് കൽപ്പിച്ചതാണ്, അവന്റെ റസൂല് കൽപ്പിച്ചതാണ്. അള്ളാഹ് സനാ ചെയ്തിട്ടുണ്ട്, അവന്റെ റസൂല് സനാ ചെയ്തിട്ടുണ്ട്. വേറൊരു ഹദീസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പണ്ഡിതന്മാരോട് അഹങ്കാരം കാണിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കൂടുതൽ സ്ഥാനം കിട്ടാൻ, അല്ലെങ്കിൽ അവരോട് തർക്കിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വലിയ ആളാകാൻ, അല്ലെങ്കിൽ സുഫാത്തോട് വിഡ്ഢികളോട് വേരല്ലാത്തവരോട് തർക്കിക്കാൻ, അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും ഇഷ്ടത്തിൽ, ഇതൊക്കെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരാളെ ഇൽമു തേടുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള നിയ്യത്തല്ല. കാരണം എന്താ വെച്ചാൽ ഇത് തർക്കിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട്. തർക്ക വിഷയങ്ങൾ മാത്രം പഠിക്കും. അവന്റെ ഉദ്ദേശം ഇത് അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ട്, റസൂല് കൽപ്പിച്ചിട്ടുണ്ട്, അഖീദ ക്ലിയർ ആക്കണം, തൗഹീദ് ക്ലിയർ ആക്കണം, ആദാബുകൾ ഇതൊന്നുമല്ല. എതിരാളികളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, അതിലവൻ മെമ്പറായിരിക്കും, എന്നിട്ട് തർക്കിക്കാൻ വേണ്ടി മാത്രം ദീന് പഠിക്കുക. അങ്ങനെയുള്ള പല മസലകളും ഉണ്ടല്ലോ, തർക്കിക്കാൻ വേണ്ടി മാത്രം. എല്ലാം അളക്കല്ലേ, അളക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, തർക്കിക്കാൻ വേണ്ടിയിട്ട്, തർക്കിച്ച് ജയിക്കാൻ വേണ്ടി. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വേറൊന്നും പഠിക്കൂല. അത്തരത്തിലുള്ള തർക്ക വിഷയങ്ങൾ മാത്രം, മസാലകൾ മാത്രം പഠിക്കും. അപ്പൊ അതൊന്നൊന്നുമല്ല. അത് പഠിക്കേണ്ടത് അതിൻ്റെതായ സന്ദർഭത്തിൽ, സമയത്തിൽ, പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാം. പക്ഷെ അത് മാത്രം ലക്ഷ്യമായിട്ട് അത് മാത്രം പഠിക്കുക, അതാകരുത്. അപ്പൊ അത് വേറെ ഹദീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ദീന് പഠിക്കുന്ന ആളാകരുത് എന്നുള്ളത് ഹദീസുകളിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതാണെന്ത്? അടിത്തറ. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് വേണ്ടത് എന്താണ്? ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ അദബ് എന്താണ്? ഒരു ത്വാലിബിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ അദബ് ഇഖ്ലാസാണ്. മനസ്സിലായല്ലോ? ഇഖ്ലാസ് മാത്രം, വേറെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ അത് ക്ലിയർ ആകണം. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുക. മറ്റൊന്നും അതില് വേറൊന്നും ലക്ഷ്യതായ, വേറൊന്നും ആഗ്രഹിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തെ അദബ് ഇതാണ്, നിയ്യത്ത് ക്ലിയർ ആക്കുക എന്നുള്ളത്. പഠിച്ചല്ലോ ഒന്നാമത്തേത്. അപ്പൊ അവിടെ ഇഖ്ലാസ് എന്താന്നുള്ളത് പറഞ്ഞു. പ്രധാനപ്പെട്ട ചില ആസാറുകൾ ഉദ്ധരിച്ചു, അതിലെ പ്രാധാന്യം പറഞ്ഞു. രണ്ടാമത്തെ അദബ്. ഒന്നാമത്തെ അദബ് ഇഖ്ലാസ്. അപ്പൊ അത് ഇബ്നു സൈം പറഞ്ഞതുപോലെ ശരിയാക്കുക. അത് എളുപ്പമുള്ള കാര്യമല്ല, ഏത് വിഷയത്തിലും അത് തന്നെ. രണ്ടാമത്തത് തമസ്സുക് ബിൽ കിതാബി വസ്സുന്ന. ഇതാണ് രണ്ടാമത്തത്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. രണ്ടാമത്തത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. നോയിക്കോ, ഒരു മതവിദ്യാർത്ഥികൾക്ക് നിർബന്ധമാണ് അൽ ഹിർസു താം അലാ തലഖി ഇൽമി, ഇൽമു സ്വീകരിക്കുക എന്നുള്ളത്. അതിൽ ഹിർസ്, താല്പര്യം ഉണ്ടാകണം. എങ്ങനെ? അലാ തലഖി ഇൽമി വൽ അഖ്ദി മിൻ ഉസൂലി, ഇൽമു സ്വീകരിക്കേണ്ടത് അതിന്റെ ഉസൂലുകളിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതാണ്, മനസ്സിലായല്ലോ? ഇൽമു സ്വീകരിക്കേണ്ടത് അതിന്റെ ഉസൂലുകളിൽ നിന്നായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ അദബ്. അതാണത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. ആ ഉസൂലാണേത്? ഖുർആനും സുന്നത്തും. അവൻ ഇൽമു സ്വീകരിക്കേണ്ടത് ഒന്ന് ഖുർആൻ എന്നായിരിക്കണം, രണ്ട് സുന്നത്ത്. ഇത് അവൻ സ്വീകരിച്ചിരിക്കേണ്ട അദബാണ്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ആ ഫലാഹി ത്വലബിൽ ഇൽമി ഇല്ല യബ്ദഉ ബിഹാ, കാരണം ഇതുകൊണ്ടൊരു ത്വലബുൽ ഇൽമ് ആരംഭിച്ചിട്ടില്ലെങ്കിൽ, തുടങ്ങിയിട്ടില്ലെങ്കിൽ അവൻ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല, അവന് പരാജയപ്പെട്ടു പോകും. അപ്പൊ അതാണ് രണ്ടാമത്തെ അദബ്.
ഇഖ്ലാസിന് ശേഷം രണ്ടാമത്തെ അദബ് ഇൽമു സ്വീകരിക്കേണ്ടത് അതിന്റെ ഉസൂലുകളിൽ നിന്ന് ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഖുർആൻ സുന്നത്തും മുറുകെ പിടിക്കുക. ഒന്നാമത്തത് അൽ ഖുർആൻ കരീം. ഇനി അതിന്റെ വിശദീകരണം നോക്കിക്കോ. അപ്പോ ഖുർആൻ സുന്നത്തും മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞല്ലോ. ഒന്നാമത്തെ അൽ ഖുർആൻ കരീം നോക്കിക്കോ. ഫൈന്നഹു യജിബു അലാ ത്വാലിബിൽ ഇൽമി, ഒരു ത്വാലിബുൽ ഇൽമിന് നിർബന്ധമാണ് അൽ ഹിർസു അലൈഹി, ഖുർആന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുക എന്നുള്ളത്. എങ്ങനെ? ഖിറാഅത്തൻ വഹിഫ്ദൻ വഫഹമൻ വഅമലൻ. 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ ഉണ്ടോ അല്ലേ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു നോക്കുക. 1 ഖിറാഅത്ത്, ഖുർആൻ പാരായണം. 2 ഹിഫ്ദ്, ഖുർആന്റെ ആയത്തുകൾ കാണാതെ പഠിക്കുക. 3-മത്തത് ഫഹ്മ്, അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. 4-മത്തത് അമല്, അത് അമല് ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് വേണ്ടത്. ഈ കാര്യത്തിൽ ഹിഫ്സ് ഉണ്ടായിരിക്കണം, താല്പര്യം ഉണ്ടായിരിക്കണം. ഏതൊക്കെ 4 കാര്യങ്ങൾ? 1 ഖിറാഅത്ത്, ഇതൊരു ത്വാലിബുൽ ഇൽമിന് ഉണ്ടായിരിക്കേണ്ട അദബാണ്. 1 ഖിറാഅത്ത്, 2-മത്തത് ഹിഫ്ദ്. ഇത് 9-മത്തെ മാസത്തിൽ മാത്രമാണോ? 9-ാം മാസത്തിൽ മാത്രമാണോ? മറം സഫർ റബീഉൽ അവ്വൽ റബീഉൽ ആഖിർ ജുമാദുൽ ഊല ജുമാദുൽ റജബ് ശഅബാൻ റമളാൻ 9-ാമത്തെ മാസം. അതിന് മാത്രം ഖിറാഅത്തല്ല, അതിന് മാത്രം ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതല്ല ഒരു ത്വാലിബുൽ ഇൽമിന്റെ പിന്നെ അദബ്. അതിന് മാത്രം ഹിഫ്ളാക്കുക എന്നുള്ളതല്ല. ഫഹ്മ്, അമല്, ഈ 4 കാര്യം ഇതാണ് ചെയ്യേണ്ടത്. ഫൈനൽ ഖുർആൻ, കാരണം ഖുർആൻ എന്നുള്ളത് ഹുബ്ബുല്ലാഹിൽ മതീൻ, അള്ളാഹുവിന്റെ ശക്തമായിട്ടുള്ള കയറാണ് ഖുർആൻ. വഹു അസാസുൽ ഉലൂം, ഇൽമിന്റെ അടിത്തറ തന്നെ ഏതാണ്? ഖുർആനാണല്ലോ. ഇൽമിന്റെ അടിത്തറ ഏതാണ്? ഖുർആനാണ്. അപ്പൊ ഈ ഖുർആന്റെ കാര്യത്തിൽ 4 കാര്യങ്ങൾ എന്താണ്? വെറുതെ കാരണം സലഫുകളായിരുന്നു. സലഫുകൾ എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാ സലഫുകൾ എന്ന് പറഞ്ഞാല്? ഗൾഫിലുള്ള സലഫികൾ. എന്താണ്? അവരതിന്റെ ഭാഗമാണ്. എന്താ സലഫുകൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താ? ആദ്യത്തെ തലമുറ, സുഹാബത്ത് അല്ലെ, താബീങ്ങൾ, താബീങ്ങൾ അല്ലെ, സലഫുകളായിരുന്നു. യഹീസൂന അലൈഹി ഗായത്തുൽ ഹിർസി, ഖുർആന്റെ കാര്യത്തിൽ അവർ അങ്ങേയറ്റം താല്പര്യം കാണിച്ചിരുന്നു. ഫയുദ്കറു അൻഹും അശ്ശീഉൽ അജീബ് മിൻ ഹിർസിയും അത് ഖുർആന്റെ കാര്യത്തിലുള്ള അവരുടെ താല്പര്യത്തെ കുറിച്ചുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നു സലഫുകൾക്ക് ഖുർആന്റെ കാര്യത്തിൽ. എത്രത്തോളം ഹഫിദൽ ഖുർആന വഅംറുഹു തബൂ സനവാത്തിൻ, 7 വയസ്സായപ്പോൾ തന്നെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. 7-മത്തെ വയസ്സിൽ പോലും ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള ആളുകൾ. വബഅദുഹും ഹഫ്ദുൽ ഖുർആൻ ഫി അഖല്ലി മിൻ ശൈരിൻ, 1 മാസം വേണ്ട അതിന്റെ ഇടയ്ക്ക് തന്നെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ കാണാൻ പറ്റില്ലേ. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള ആളുകൾ പിന്നെ സലഫുകൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് അറിയപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. വഫീ ഹാദാ ദലാലത്തുൻ അലാ ഹിർസി സലഫി റളിയല്ലാഹു അലൈഹി ഖുർആനി, ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഖുർആനോടുള്ള അവരുടെ താല്പര്യം, ഖുർആനോടുള്ള താല്പര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ അത് പെട്ടെന്ന് ഹിഫ്ളാക്കുന്നത്. അതുകൊണ്ടാണല്ലോ അത്. ഇത് തീരെ ഹിഫ്ളില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഖുർആനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അതിലുള്ള വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അറിയുമ്പോൾ. പക്ഷെ ഖുർആനിൽ ചെറിയ സൂറത്തുകൾ പോലും തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്, അതുപോലും പേടിക്കാതെ ഓതാൻ പറ്റാത്തൊരവസ്ഥകളാണ്. ചെറിയ ചെറിയ സൂറത്തുകൾ പോലും. അതുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്, ഖുർആനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണുള്ളത്. അപ്പൊ സലഫുകളുടെ കാര്യം എന്താണ്? അങ്ങനെയല്ലായിരുന്നു. ഫയജിബുന ത്വാലിബുൽ ഇൽമി, അതുകൊണ്ട് തന്നെ ഒരു ത്വാലിബുൽ ഇൽമിന് നിർബന്ധമാണ് ഹിർസു അലൈഹി, ഖുർആന്റെ കാര്യത്തിൽ നല്ല താല്പര്യം ഉണ്ടാകണം. വഹിഫ്ളുഹു, അത് ഹിഫ്ളാക്കണം. അലാ യദി അഹദിൽ മുഅല്ലിമീൻ, പിന്നെ മുഅല്ലിമീങ്ങൾ മുഖേനയാണ് അത് ഹിഫ്ളാക്കേണ്ടത്. ലിഅന്നൽ ഖുർആന യുഖദു അൻ ത്വരീഖി തലഖി, കാരണം ഖുർആൻ സ്വീകരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? തലഖിയുടെ ആയിരിക്കണം. എന്നാൽ തലഖി ഇത് ഈ കിതാബിൽ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഖുർആൻ സ്വീകരിക്കേണ്ടതും ഇൽമ് പഠിക്കേണ്ടതും ത്വരീഖു തലഖി, അതാണ് അതിന്റെ രീതി. എന്താണ് തലഖി? ഒരു ശൈഖിൽ നിന്ന്, ഒരു ഉസ്താദിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്, അതാണ് അതിന്റെ രീതി. അത് ഇൽമാണെങ്കിലും ഖുർആനാണെങ്കിലും. അപ്പൊ ഖുർആനിൽ നിന്ന് പഠിച്ചുകൂടെ? ഖുർആനിൽ നിന്ന് നേരിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കിതാബിൽ നിന്ന് നേരിട്ട് പഠിക്കുക. ഒരു കാര്യമാണ് മനസ്സിലാക്കണം, സലഫുകൾക്കിടയിൽ ഇത് പ്രയോഗം ഉണ്ടായിരുന്നു. എന്താണ് പ്രയോഗം എന്നാ? സഫിയിൽ നിന്ന് നിങ്ങൾ ഇൽമ എടുക്കരുത്, മുസഫിയിൽ നിന്ന് നിങ്ങൾ ഖുർആനും പഠിക്കരുത്. ഇതാർക്കുള്ളിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്, കിതാബുകളിലൊക്കെ ഇത് കാണാം. സഫിയിൽ നിന്ന് ഇൽമ എടുക്കരുത്, മുസഫിയിൽ നിന്ന് ഖുർആനും പഠിക്കരുത്. ആണെങ്കിൽ അതിലൊരു വാചകം വായിച്ചുതരാ. സ്വൻആനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഖുർആൻ, നീ ഖുർആൻ എടുക്കരുത്, ഖുർആൻ പഠിക്കരുത്. മിൻ മുസ്ഹഫിയിൻ, മുസ്ഹഫിയിൽ നിന്ന് നീ ഖുർആൻ പഠിക്കരുത്. വലൽ ഇൽമ, നീ ഇൽമ എടുക്കരുത്. മിൻ സുഹഫിയിൻ, സുഹഫിയിൽ നിന്ന്. ഒന്ന് മുസ്ഹഫി, രണ്ടാമത്തത് സുഹഫി. മുസ്ഹഫിയിൽ നിന്ന് ഖുർആൻ എടുക്കരുത് പറഞ്ഞാല് ഷെയ്ഖ് ഇല്ലാതെ ഖുർആൻ ഒറ്റക്ക് ഓതി പഠിച്ചാല്, ഖുർആൻ ഒറ്റക്ക് ഓതി പഠിച്ചാല്, ഒരു ഉസ്താദുല്ല ഷെയ്ഖല്ല, ആരടുത്തുനിന്ന് ഖുർആൻ പഠിക്കരുത്. മുസ്ഹഫിയിൽ നിന്ന്. സോഫിയിൽ ഇൽമെടുക്കരുത് എന്ന് പറഞ്ഞാല് കിതാബുകൾ മാത്രം മുന്നിൽ വെച്ചിട്ട് പഠിച്ചാൽ മതി, ആയിരത്തിൽ ഇൽമെടുക്കുകയും ചെയ്യരുത്. അപ്പോ എൽമിന്റെ രീതി, അത് ഖുർആൻ പഠനത്തിന്റെ രീതി എന്താണ്? അതൊരു ഷെയ്ഖിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ്.
അതിന്റെ അപകടങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ കിതാബിൽ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് അവർക്കിടയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമാണിത്, മുസാഫി ഷൊഫി എന്നുള്ളത് അവർക്കിടയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗം. കാരണം എന്താ വെച്ചാൽ ഖുർആൻ അങ്ങനെ ഓതി പഠിക്കേണ്ടതോ അല്ല, അത് ശരിക്കും ഒരു ഷെയ്ഖിൽ നിന്ന് ഒരു ഉസ്താദിൽ നിന്ന് പഠിക്കേണ്ട, ഒരു ഗുരുവിൽ നിന്ന് പഠിക്കേണ്ട. കാരണം അതിന്റെ തജ്വീദിന്റെ നിയമങ്ങൾ, അത് ഓതേണ്ട രീതികൾ, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇബ്നു സമീൻ എന്താണ് കണ്ടോ, അവരുടെ ഉലമാത്തുള്ള ശ്രദ്ധ കണ്ടോ, ഖുർആൻ പഠിക്കണം, അതിൽ താല്പര്യം കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത് പ്രത്യേകം പറഞ്ഞു. അലാ യതി കണ്ടോ, അതെന്തുകൊണ്ടാണ് പറഞ്ഞു പോയത്? ആ പഠിക്കണം എന്ന് പറഞ്ഞു പോവല്ലോ ചെയ്ത്. അലാ യതി അഹദിൽ മുഅല്ലിമീൻ എന്നാ പറഞ്ഞത്, ഒരു അധ്യാപകരെ കണ്ടുപിടിക്കണം എന്നിട്ട് പഠിക്കാം. കാരണം എന്താ എന്നിട്ട് പറഞ്ഞത്? ലിഅന്നൽ ഖുർആന യൂസദു, കാരണം ഖുർആൻ എടുക്കേണ്ടത്, ആ ഖുർആൻ സ്വീകരിക്കേണ്ടത്, പഠിക്കേണ്ടത് അൻ ത്വരീഖി തലഖി കണ്ടോ, ആ ത്വരീഖു തലഖി എന്ത്, ഒരു ശൈഖിൽ നിന്ന്, ഖാരിയിൽ നിന്ന്, അത് ഖുർആൻ പഠിച്ച ഒരാളിൽ നിന്ന് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൻ്റെതായ രൂപത്തിൽ മറ്റതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം, കിതാബുകളാണെങ്കിലും ബാക്കിയുള്ള സംഗതികളാണെങ്കിൽ എന്താണ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മനസ്സിലാകുന്നല്ലോ. അതിന്റെ അപകടങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് അത് പറയാം. അത് അവർക്ക് മേലെന്നാൽ അറിയപ്പെട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇൽമിന്റെ ആദാബുകൾ വിശദീകരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചിട്ട് കൂട്ടത്തിൽ അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ ഈ മുൻജിതും മനഹലും വെച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിളും വെച്ചിട്ട് പിന്നെ അത് അർത്ഥം നോക്കിയിട്ട് ഖുർആൻ ഹദീസും വിശദീകരിക്കാതെ എന്താണ് അത് ശരിയാവില്ല. അതിന് ഓരോ സാങ്കേതിക ശബ്ദങ്ങൾ ഉണ്ടാവും, അത് വായിക്കേണ്ട രീതി ഉണ്ട്, അതിനൊരു കിറാത്ത് ഉണ്ടാവും. അത് ഖുർആൻ ആണെങ്കിലും അതല്ലാത്ത കിതാബുകളാണെങ്കിലും ചില ഉലമാകൾക്ക് ചില പ്രത്യേകമായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും. ചില സ്ഥലത്ത് ഭാഷാപരമായിട്ടുള്ള അർത്ഥവും വെക്കേണ്ടത്, ചില സ്ഥലത്ത് അതിന്റെ ഇസ്തിലാഹിയായിട്ടുള്ള അർത്ഥമായിട്ടും കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഖുർആൻ ഹദീസും പഠിച്ചു തന്നാൽ എന്താവും? പ്രശ്നമാവും. അത് ഭയങ്കര അപകടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം. ശൈഖ് ബോസാൻ അദ്ദേഹത്തിന്റെ ദർസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പിരിയാത്ത ഒരാളെ കിതാബ് വായിച്ചു എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഹബ്ബത്ത് സൗദാ തിന്നാലെ ആളുടെ രോഗത്തിന് ശിഫയാണെന്ന് പറഞ്ഞല്ലോ. ഏത് മറ്റേ എന്താണ് ഹബ്ബത്ത് സൗദാ, കരിഞ്ചീരകം, അതെല്ലാ രോഗത്തിനും ശിഫയാണെന്ന് പറഞ്ഞു. പക്ഷെ വായിച്ചാളെ മണ്ടനാണ്, ജാഹിലാണ്. ഓൾഡ് ഹിസ്റ്ററി ഇതൊക്കെ വെച്ചിട്ട് മുന്നിൽ വെച്ചിട്ട് എന്ത് വായിച്ചു? പിന്നെ ഹയ്യത്തു സൗദ എന്ന് വായിച്ചു. ഒരു പുള്ളിന്റെ തകരാറുള്ളൂ. ഹബ്ബത്ത് സൗദാവും ഹയ്യത്തു സൗദാവും. ഹയ്യത്തു സൗദ എന്താ? കറുത്ത പാമ്പിനെ തിന്നാലെന്നുള്ളതാണ്. ഒരു പുള്ളിന്റെ തകരാറുള്ളൂ, വേറെ തകരാറൊന്നുമല്ല. അയാളൊരു പാമ്പിനെ തിന്നു, കറുത്ത പാമ്പിനെ. അവിടെ ഹബ്ബത്തു സൗദ. അപ്പൊ അത് കുറച്ചൊരു മൂളമുള്ള വിവരമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഹബ്ബത്തു സൗദ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, അതല്ലാതെ ഹയ്യത്തു സൗദ അല്ലാതുള്ളത്. അപ്പൊ ഇങ്ങനെ പല അപകടങ്ങളും, വേറെ ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ പല അപകടങ്ങളും ഇതുകൊണ്ടുണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ. ഇങ്ങനെ ഈ മനഹലും മുൻജിതും ഗൂഗിളും നോക്കിയിട്ട് കിതാബ് വായിക്കാനും പഠിക്കാനും നിന്നാൽ അപ്പൊ അത് പോട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യം പ്രത്യേക പറഞ്ഞല്ലോ, അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അവിടെ ഖുർആൻ ഹിഫ്ളാക്കണം, അതിന്റെ കാര്യത്തിൽ ഹിർസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പോകാതെ ഉള്ളത് പ്രത്യേകത പറഞ്ഞു. ഇതെന്ന് നോക്കിയോ ബാക്കി ലിദാലിക ഉക്കരിറു, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, അന്നത്ത് യജിബു അലാ ത്വലബത്തി ഇൽമി, ഈ പിന്നെ മതവിദ്യാർത്ഥികൾക്ക് നിർബന്ധമാണ് അൽ ഹിർസു അലാ ഹിഫ്ദുൽ ഖുർആനി, ഖുർആൻ ഹിഫ്ളാക്കാൻ താല്പര്യം കാണിക്കുക എന്നുള്ളത്, വൽ അമല ബിഹി, ഖുർആൻ അത് അമൽ ആക്കാൻ, വദ്ദഅവതി ഇലൈഹി അതിലേക്ക് ക്ഷണിക്കാൻ, ഫഹ്മി അത് മനസ്സിലാക്കാൻ, ഫഹ്മൻ മുതാബഖൻ ലി ഫഹ്മി സലഫി സ്വാലിഹ് എങ്ങനെ മനസ്സിലാക്കണം, അത് സലഫു സ്വാലിഹ്യങ്ങൾ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കണം. അതും അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതാണ് ഖുർആന്റെ കാര്യമാണ്. രണ്ടാമത്തേത് അസുന്നത്തു സ്വഹീഹ. അപ്പൊ വിശദീകരിച്ച് വരുന്നത് അദബുകളാണ്. ഒന്നാമത്തെ അദബ് നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇൽമ അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഉസൂലുകളിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ഉസൂലുകളാകുന്ന ഖുർആൻ, രണ്ടാമത്തെ സുന്നത്ത്. അതാണ് രണ്ടാമത്തെ സുന്നത്തു സ്വഹീഹ. ഫഹിയ സാനി അൽ മസ്തറൈനി ഈ ശരീഅത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ശരീഅത്തിന്റെ രണ്ടാമത്തെ മസ്തറാണ് ഇത് സുന്നത്ത് എന്നുള്ളത് അല്ലെ, ഖുർആനും സുന്നത്തും. പക്ഷെ തെളിവ് പിടിക്കുന്ന കാര്യത്തിൽ രണ്ടും ഒരേപോലെയാണ്. മനസ്സിലാണ്ടല്ലോ. ഖുർആനിൽ ഇല്ലെങ്കിൽ സുന്നത്തിൽ നിന്നല്ല, ഏത് തെളിവ് പിടിക്കുന്ന കാര്യത്തില്. അപ്പൊ അത് പിന്നെ മനസ്സിലാക്കാം. അപ്പോ ഇസ്ലാമിക ശരീഅത്തിന്റെ മസ്തറുകളിൽ രണ്ടാമത്താണ് ഏത്? സുന്നത്ത്, ഖുർആന് സുന്നത്ത്. വഹിയ അൽ മുവല്ലിഹ, ഈ ഖുർആൻ കരീം, ഖുർആൻ അത് വ്യക്തമാക്കും. ഖുർആനിനെ വ്യക്തമാക്കുന്നതും വിശദീകരിക്കുന്നത് ഏതാണ്? സുന്നത്താണല്ലോ, അറിയാലോ, അത് സുന്നത്താണ്. ഫയജിബു അലാ ത്വാലിബിൽ ഇൽമി അൽ ജംഉ ബൈനഹുമാ വൽ ഹിർസു അലൈഹിമാ. അതുകൊണ്ട് ഈ രണ്ടിലെന്ത് ജംഅ ചെയ്യണം, രണ്ടിന്റെ കാര്യത്തിലും താല്പര്യം കാണിക്കണം. ഏത്? ഖുർആന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കണം, സുന്നത്തിന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കണം. അവിടെ ജമ്മാണ്, രണ്ടിന്റെ കാര്യത്തിൽ താല്പര്യം ഉണ്ടാകണം. വഅലാ ത്വാലിബിൽ ഇൽമി ഹിഫ്ദു സുന്ന, ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അല സുന്നത്തെ ഹിഫ്ളാക്കണം. എങ്ങനെ? ഇമ്മാ ബി ഹിഫ്ളി നുസൂസിൽ അഹാദീസി, ഹദീസുകൾ മനപ്പാടാക്കുക, ഔ ബിദിറാസത്തി അസാനിദിഹ, അല്ലെങ്കിൽ അതിന്റെ സനദുകൾ പഠിക്കുക, ഔ മുതൂനിഹ, അല്ലെങ്കിൽ അതിന്റെ മത്നുകൾ പഠിക്കുക.
എന്താ സനദും മത്തിനും തമ്മിലുള്ള വ്യത്യാസം? എന്താ സനദും മത്തിനും തമ്മിലുള്ള വ്യത്യാസം? അതിന്റെ കൺവെന്റാണ് മത്തിന്. സനദ് ആരാണോ അതിന് വില്ല് ഇന്നാൾ കേട്ടു എന്നുള്ളത്, അതാണ് സനദ്. മനസ്സിലായല്ലോ? ഇതൊക്കെ ഒരാൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഒരു വിദ്യാർത്ഥി സുന്നത്തുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏത് ലൈഫ് ഏതാണ്, സ്വഹീഹ് ഏതാണ്, അത് പഠിക്കുക. മത്തിന് പഠിക്കുക, അതിന്റെ സനദ് പഠിക്കുക, ഹദീസിന്റെ നസ്സുകൾ പഠിക്കുക. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. സുന്ന, അതേപോലെ തന്നെ സുന്നത്തിനെ അവൻ സംരക്ഷിക്കണം. അതിനെ പ്രതിരോധിക്കണം. സുന്നത്തിനെതിരായിക്കൊണ്ട് ബിദഅത്തിന്റെ ആളുകൾ എന്ത് ചെയ്യും? ശുബ്ഹാത്തുകൾ ഉണ്ടാക്കും, അതിന് മറുപടി കൊടുക്കണം, അതിനെ റദ്ദ് ചെയ്യുകയും വേണം. ഇതൊക്കെ ഒരു ത്വാലിബുൽ ഇൽമിന്റെ ബാധ്യതയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ബിദഅത്തിന്റെ ആൾക്കാര് ശുബ്ഹാത്തുകൾ ഉണ്ടാകും, അവർക്ക് മറുപടി കൊടുക്കണം. എന്നാൽ അതിന് മാത്രം നിൽക്കരുത്, അതിനായിട്ട് ഒരുങ്ങി പുസ്തരിക്കുക. മറുപടി കൊടുക്കുക എന്നുള്ളത് വെറും മറുപടിക്ക് മാത്രം ഇരിക്കരുത്. അതിന്റെ കൂടെ എന്താണ്? ഹദീസുകൾ പഠിക്കുക, അതിന്റെ മത്തിന് പഠിക്കുക, അതിന്റെ സനദ് പഠിക്കുക, ചെറിയ ചെറിയ ഹദീസുകളെ ഹിഫ്ളാക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനും മുറുകെ പിടിക്കണം, സ്വഹീഹായിട്ടുള്ള സുന്നത്തുകളും മുറുകെ പിടിക്കണം. വഹുമാലഹു, അത് രണ്ടും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം കൽ ജനാഹൈലി ലിത്വാഇരി, ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ്. ഇദൻ കസറ ലം യതിർ, ആ രണ്ട് ചിറകുകൾ ഒടിഞ്ഞാൽ പിന്നെ ആ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. ഇതേപോലെയാണ് എന്ത്? ഖുർആനും സുന്നത്തും ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത് രണ്ടുമാണ് എന്താ? ഇതിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാകും, നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഇന്ന് തന്നെയല്ലേ ഖുർആനും സുന്നത്തും തന്നെ ഇൽമ് സ്വീകരിക്കണം? എല്ലാരും പറയുന്നത്, എല്ലാ സംഘടനക്കാരും പാർട്ടിക്കാരും പറഞ്ഞത് ഖുർആനും സുന്നത്തും തന്നെയാണ് പ്രമാണം. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. അതാണ് പറഞ്ഞത്, അദബ് പഠിക്കുമ്പോ രണ്ടാമത്തത് പറഞ്ഞത് എന്താണ്? എന്ത്? അതിന്റെ ഉസൂലുകളിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇൽമ് എടുക്കേണ്ടത് അതിന്റെ ഉസൂലുകളിൽ നിന്നായിരിക്കണം. അതുകൊണ്ടാണ് ഇത് രണ്ടാമെന്ന് പറയാനുള്ള കാരണം. ഇപ്പൊ നമ്മുടെ മാലിലൊക്കെ എങ്ങനെ വെച്ചാൽ നാലിലെ ഏതെങ്കിലും ഒരു മതം സ്വീകരിക്കൽ നിർബന്ധം. അത് അഖീദയാണെങ്കിൽ ഏതെങ്കിലും ഒരു മാത്തുലീതോ അശ്വര്യത്തോ ഇയ്യത്തോ അത് നിർബന്ധമാണ്. പക്ഷെ അവരും പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്താണെന്നുള്ളതാണ്. അവരും പറയുന്നത് ഖുർആനും സുന്നത്താണ്. ഇനി അതല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരും പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്താണെന്നുള്ളത്. പക്ഷെ അബുലാല മൗദൂദ് വലിയ പുറത്തേക്ക് പോകാത്ത ആൾക്കാരായിരിക്കും. ഭരണഘടനയിൽ ഉണ്ടാവും ഖുർആനാണ് ഞങ്ങളുടെ പ്രമാണം, സുന്നത്താണ് ഞങ്ങളുടെ പ്രമാണം. പക്ഷെ വിഷയം വരുമ്പോ അത് പറ്റില്ല എന്നാണ് മൗദൂദി പറഞ്ഞതിന്റെ എതിരാ എന്ന് പറയും. അവരും പറയുന്നത് എന്താ? ഞങ്ങളുടെ പ്രമാണം ഖുർആനും സുന്നത്താണുള്ളതാണ്. ചേകന്നൂരിന്റെ ആൾക്കാരും പിന്നെ സംഘടനയുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാ. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, ആര് സുന്നത്തന്നെ അംഗീകരിക്കണില്ല. പക്ഷെ പേരെന്താണ്? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ചേകന്നൂരിന്റെ സംഘടനയുടെ പേര് ഏത്? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരാണ്. ഓരോ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. അതല്ലാത്ത ആൾക്കാരും എന്തെങ്കിലും ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അത് ഐസക് ന്യൂട്ടൺ പറയണം, അല്ലെങ്കിൽ സയൻസ് പറയണം, അല്ലെങ്കിൽ മറ്റേ നാസ പറയണം എന്ന് പറയുന്ന ആൾക്കാരും പറയണം എന്താ? മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഭരണഘടനയിൽ ഖുർആൻ സുന്നത്തും അംഗീകരിക്കാൻ ഞാൻ ഉറപ്പ് നൽകുന്നു, ഒപ്പ് മെമ്പർഷിപ്പിന്റെ 50 ഉറുപ്പ്യ. പക്ഷെ അവർക്ക് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നാസ പറയണം. ഇതാണ് കോലം. അപ്പൊ അതുകൊണ്ടാണ് എന്ത്? അദബ് പറയുമ്പോ രണ്ടാമത്തത് ഏതാ? അതിന്റെ ഉസൂലുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക എന്നുള്ളത്. നമ്മള് വിഷയം ഇതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴേ നമുക്ക് ഇതിന്റെ ഗൗരവം തിരിയുള്ളൂ. അപ്പൊ നാട്ടിൽ ഇറങ്ങി നോക്കുമ്പോ എല്ലാവരും പറയുന്നത് ഖുർആൻ സുന്നത്താണ്, പക്ഷെ അത് യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന ആൾക്കാർ ആരുമില്ല. ഒരു പള്ളി പോലെ അങ്ങനെ തന്നെയല്ലേ? ചില പള്ളിയിൽ വിഷ്ണു ഉറക്കോതും, ചില പള്ളിയിൽ കൂട്ടുപ്രാർത്ഥന ഉണ്ടാകും, ചില പള്ളിയിൽ പിന്നെ അറ്റൻഡൻസ് എന്താണ് സ്റ്റാൻഡർഡൈസ് ആയിട്ട് നിൽക്കുന്നുണ്ടാകും, കയ്യേട്ടാ നിൽക്കുന്നുണ്ടാകും. ഇതൊക്കെ എന്താ? മദബിനെ തഖ്ലീദ് ചെയ്യാണ്, അല്ലെ? തഖ്ലീദാണ്, മദബില് തഖ്ലീദ് ചെയ്യാണ്, ഫോളോ ചെയ്യാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ അദബ് ഇതാണ്. ഇത് നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് നമുക്കിത് മനസ്സിലാവും, ഇതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ശരിയാണല്ലോ, ഈ അദബ് വരെ അംഗീകരിക്കുമില്ലല്ലോ, പിന്നെ മദ്ഹബാണല്ലോ ഫോളോ ചെയ്യുന്നത്. ഖുർആൻ സുന്നത്താണെന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും സ്കരിക്കുമ്പോ കയ്യേറ്റൂല, അല്ലെങ്കിൽ സുബിസ്കാരം സലാം വീട്ടിട്ടുണ്ട്, അവിടെ പുറത്ത് സുന്നത്ത് സ്കരിക്കായിരിക്കും. അതൊക്കെ എന്താണ്? ഒക്കെ പ്രശ്നമാണ്. അപ്പോ അതിന്റെ ഉസൂലുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോലെ. അപ്പൊ ഇതൊരു രണ്ടെന്താണ്? ഖുർആൻ സുന്നത്തും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ്. മനസ്സിലായല്ലോ? അതില്ലെങ്കിൽ ആ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക, വിഷയങ്ങൾ പഠിക്കുക.